ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ അടുത്തുള്ള മഹാദേവ ക്ഷേത്രത്തിലെ ശിവപുരാണയജ്ഞം കാണാനായിട്ട് ഞാനും അമ്മയുമായിട്ട് പോകുവാണേ. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ശിവപുരാണയജ്ഞം കാണാൻ വൈകുന്നേരം പോകുന്നത്. 3 വർഷമായിട്ട് ശിവപുരാണയജ്ഞം നടക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് എക്സാം ആയതുകൊണ്ട് അപ്പോഴൊന്നും പോകാൻ പറ്റിയില്ല. 11 ദിവസമാണ് ശിവപുരാണയജ്ഞം നടന്നത്. ഇന്ന് 2ാമത്തെ ദിവസമാണ്. ശിവപുരാണയജ്ഞം കഴിഞ്ഞ് ഓരോ പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. ഏറ്റവും കൂടുതൽ തിരുവാതിരയാണ് ഉണ്ടായിരുന്നത്. ഇന്നും തിരുവാതിരയാണ്. ഇത് ശിവനമ്പലത്തിൻ്റെ വാതിക്കലുള്ള പുതിയതായിട്ട് പണി കഴിപ്പിച്ച പ്രതിമയാണ്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലോട്ട് കയറി. ഞങ്ങൾ ഇന്ന് വന്നപ്പോഴത്തേക്കും ദീപാരാധനയൊക്കെ കഴിഞ്ഞിരുന്നു. പക്ഷേ അമ്പലത്തിൽ കയറി നന്നായിട്ട് തൊഴുതു. അത് കഴിഞ്ഞ് ശിവപുരാണയജ്ഞത്തിന് വന്നപ്പോഴൊക്കെ ദീപാരാധനയ്ക്ക് മുമ്പേ വന്ന് ദീപാരാധന കണ്ട് നന്നായിട്ട് തൊഴാൻ പറ്റി. മഹാദേവനോട് നന്നായിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം യജ്ഞശാലയിലോട്ട് പോവുകയാണ്. അതിനു മുമ്പ് ശിവപുരാണയജ്ഞത്തിനോടനുബന്ധിച്ച് അമ്പലത്തിൽ ചെയ്തിരിക്കുന്ന ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ കാണിച്ചു തരാമേ. ശിവപുരാണയജ്ഞം കഴിഞ്ഞ് ഉത്സവമുണ്ട്. അതുകൊണ്ട് അമ്പലവും അമ്പലത്തിൻ്റെ പരിസരമൊക്കെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. കണ്ടില്ലേ? അങ്ങനെ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ കണ്ട് ഞാനും അമ്മയും കുറച്ച് നേരം അവിടെ നിന്നു. അപ്പോൾ യജ്ഞശാലയിൽ ശിവപുരാണം തുടങ്ങിയിരുന്നു. ഞാനാണെങ്കിൽ ശിവപുരാണം കേൾക്കാനും അത് കഴിഞ്ഞുള്ള നാമജപത്തിൽ പങ്കെടുക്കാനും തിരുവാതിര കാണാനും ഒക്കെയുള്ള വളരെ സന്തോഷത്തിലാണ്. തിരുവാതിര ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല. അങ്ങനെ തിരുവാതിര കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ നിൽക്കുന്നു. അങ്ങനെ തിരുവാതിര കണ്ടിട്ടില്ല എന്നുള്ള എൻ്റെ വിഷമം മാറിക്കിട്ടി. അതുപോലെ കൺകുളിർക്കെ തിരുവാതിര കാണാൻ പറ്റി. ഇതാണ് യജ്ഞശാല. അവിടെ നാമജപം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തിരുവാതിര അവതരിപ്പിക്കുന്ന കുട്ടികളെ കണ്ടോ? നല്ല ഭംഗിയില്ലേ? എല്ലാവരും ഒരേപോലെ ഡ്രസ്സൊക്കെ ചെയ്ത് ഒരുങ്ങിയിരിക്കുന്നത് കാണാനായിട്ട്. എനിക്ക് കണ്ട തിരുവാതിരകളിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട തിരുവാതിര 3 ടീമിൻ്റേതായിരുന്നു. അതിലൊരു ടീമാണ് ഈ ടീം. ഇവരുടെ പേര് ശ്രീ കലാത്മിക തിരുവാതിര സംഘം കുരട്ടിക്കാട് എന്നാണ്. എല്ലാ തിരുവാതിരകളും നല്ല അടിപൊളിയായിരുന്നു. അതിലേറ്റവും മനസ്സിൽ തങ്ങി നിൽക്കുന്നത് ഈ 3 ടീമിൻ്റെ ആയിരുന്നു. തിരുവാതിരയ്ക്ക് മുമ്പുള്ള നാമജപമാണ് ഇപ്പോൾ നടക്കുന്നത്. നാമജപത്തോടു കൂടി ദീപാരാധന ആരംഭിക്കും. നല്ല ഒരു അനുഭവമാണത്. എനിക്ക് പണ്ട് തൊട്ടേ അമ്പലത്തിൽ പോകുന്നതും പ്രഭാഷണം കേൾക്കാനിരിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. കൊച്ചിലെ തൊട്ടേ അതിനോടൊക്കെ ഭയങ്കര ഒരു ഇഷ്ടമാണ്. നമുക്ക് മനസ്സിന് നല്ല സമാധാനം നൽകുന്ന ഒരു കാര്യമല്ലേ അത്. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. എനിക്ക് മനസ്സിന് എന്തെങ്കിലുമൊക്കെ ഒരു വിഷമമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ അമ്പലത്തിൽ പോയി പ്രഭാഷണമൊക്കെ കേട്ട് നാമജപമൊക്കെ കേട്ട് കഴിയുമ്പോൾ മനസ്സ് നല്ല റിലാക്സ്ഡ് ആകും. അങ്ങനെ തിരുവാതിര തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും തിരുവാതിര കാണാനായിട്ട് കസേരയൊക്കെ ഇട്ട് നല്ല ഇത് അറേഞ്ച് ചെയ്തൊക്കെ ഇരിക്കുകയാണ്. എനിക്ക് ഫസ്റ്റിൽ തന്നെ എനിക്ക് ഇരിക്കണം. എനിക്ക് ഒരു പോർഷനും എനിക്ക് മിസ്സാകാൻ പാടില്ല. എന്ത് പെർഫോമൻസ് കണ്ടാലും എനിക്ക് ഫസ്റ്റ് തന്നെ ഇരുന്ന് എല്ലാം കാണണം. അങ്ങനെ തിരുവാതിര കളിക്കാനായിട്ട് എല്ലാവരും റെഡിയായിട്ട് വന്നിരിക്കുകയാണ്. ഈ ടീം ഞങ്ങളുടെ ശിവനമ്പലത്തിലാണ് ഫസ്റ്റ് അരങ്ങേറ്റം കുറിച്ചത്. അങ്ങനെ ഈ ടീം അരങ്ങേറ്റം കുറിച്ചതിന് ശേഷം 80 സ്റ്റേജുകളിൽ ഇവർ കളിച്ചു. 80 സ്റ്റേജുകളിൽ കളിച്ച് ട്രോഫിയൊക്കെ വാങ്ങിച്ചു. ആ ട്രോഫി ആയിട്ടാണ് നമ്മുടെ അമ്പലത്തിൽ വന്നിരിക്കുന്നത്. അവരുടെ തിരുവാതിര കണ്ടോ? നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് ഇവരുടെ ഏറ്റവും അവസാനത്തെ പെർഫോമൻസാണ്. നല്ല ഗൂസ്ബംസ് ഉണ്ടാകുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു ഇത്. ഇവരുടെ മാത്രമായിട്ടുള്ളൊരു ആർട്ട് ഫോമാണ്. ഇവർ പുതിയതായിട്ട് അവതരിപ്പിക്കുന്ന ഒരു ആർട്ട് ഫോമായിരുന്നു. നല്ല രസമായിരുന്നു ഇത് കാണാൻ. എനിക്ക് ഇവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് ഇതായിരുന്നു. കണ്ടോ? ദേവി വന്ന് നമുക്ക് അപ്പോൾ നല്ല ഒരു ഗൂസ്ബംസ് ഉണ്ടാകും. അങ്ങനെ ആ സ്മോക്കും ആ ലൈറ്റ് അറേഞ്ച്മെൻറ്റും എല്ലാം കൂടെ ആകുമ്പോൾ നല്ല ഒരു പെർഫോമൻസ് ആയിരുന്നു, പറയാനില്ല. അതുപോലെ ഈ ടീമെന്ന് പറയുന്നത് ആദ്യം തൊട്ട് അവസാനം വരെ ഒരേ എനർജിയിലാണ് എല്ലാവരും കളിച്ചത്. അങ്ങനെ തിരുവാതിരയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അന്നദാനം കഴിക്കാനായിട്ടിരുന്നു. ആ ദിവസം മാത്രമേ ഞങ്ങൾ രാത്രിയിൽ അന്നദാനത്തിൽ പങ്കെടുത്തുള്ളൂ. അന്നപ്പോൾ ഞങ്ങളുടെ വീടിനടുത്തുനിന്ന് അധികം ആരും വന്നില്ല. പക്ഷേ ഞങ്ങൾ അന്നത്തെ തിരുവാതിരയുടെ കാര്യം വീട്ടിൻ്റെ അടുത്തുള്ളവരോട് വന്ന് പറഞ്ഞതിന് ശേഷം അവിടുന്ന് ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾ വന്നപ്പം വീടിനടുത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പിന്നീടുള്ള എല്ലാ ദിവസങ്ങളിലും. കാരണം അതുപോലെ നല്ല അടിപൊളി തിരുവാതിരയായിരുന്നു ഇന്ന് ഞങ്ങൾ കണ്ട തിരുവാതിര. നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കഞ്ഞിയൊക്കെ കുടിച്ചു. ഇതാണ് ഇവിടുത്തെ പാചകപ്പുര. അപ്പോൾ ഞാൻ അവിടെയൊക്കെ ചെന്ന് കാണുകയായിരുന്നു.
അങ്ങനെ എന്താ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് ഞാനും അമ്മയായിട്ട് പോവുകയാണ്. തിരിച്ച് പോയപ്പോൾ ശരിക്കും ഞങ്ങൾക്ക് പേടി വന്നു കേട്ടോ. കാരണം വേറെ ആരുമില്ല, അതായത് വീടിനടുത്തുള്ള കൂടെ ആരുമില്ല. അപ്പോൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്തു പോകുന്ന വഴിയിൽ. അപ്പം പിന്നെ ഞങ്ങൾ തീരുമാനിച്ചു ഇനി ശിവപുരാണം ഞാൻ കാണാൻ വരുമ്പോൾ വൈകിട്ട് ആഹാരം കഴിക്കാനിരിക്കുന്നില്ല, പ്രോഗ്രാം കഴിഞ്ഞിട്ടെങ്കിൽ പോരാന്ന് ഞങ്ങൾ അന്ന് തീരുമാനിച്ചത്. അതുകൊണ്ടാണ്. കുഴപ്പമൊന്നുമില്ല, പക്ഷേ നമുക്ക് വെട്ടം ഇല്ലാതെ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടല്ലേ. വീഡിയോ അവിടെ വെച്ച് നിർത്താമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെ ഞാൻ ഓർത്തു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 തിരുവാതിര ടീമുണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ, അതിലൊരു ടീമിൻ്റെയും കൂടെ പെർഫോമൻസ് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ഡാൻസാണ്. ഈ ടീമിൻ്റെ പേര് ശിവഭദ്ര കലാസമിതി പരുമല എന്നാണ്. ഇവർ എല്ലാ പെർഫോമൻസും ഉണ്ടായിരുന്നു. ഈ ടീമിൽ ഡാൻസ് ഉണ്ടായിരുന്നു, കൈകൊട്ടിക്കളി ഉണ്ടായിരുന്നു, തിരുവാതിര ഉണ്ടായിരുന്നു. അങ്ങനെ വെറൈറ്റി പെർഫോമൻസ് ആയിരുന്നു ഇവരുടെ എല്ലാ പെർഫോമൻസും. കണ്ടില്ലേ കുഞ്ഞുങ്ങൾ കളിക്കുന്നത്? ഈ പെർഫോമൻസ് എത്ര കണ്ടിട്ടും എനിക്ക് മതിയാവുന്നില്ലായിരുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.